ഹായ് മക്കളെ, ഈ വീഡിയോ ഇത്തവണ +1 പബ്ലിക് എക്സാം എഴുതി ഇപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്തിരിക്കുന്ന +1 കുട്ടികളോടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ട്രിപ്പിലായിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ വീട്ടിൽ എന്ത് ചെയ്യാം പോസ്റ്റായിട്ട് ബോറടിച്ചിരിക്കുന്നുണ്ടാവും. ചില കുട്ടികളെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓഫ്ലൈനായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ക്ലാസ്സസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ചില ആൾക്കാർ റെക്കോർഡിൻ്റെ വർക്കിലൊക്കെ ആയിരിക്കും. നിങ്ങളിപ്പോൾ എഴുതിയ +1 പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷനും അതിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തരാനും കൂടിയാണ് ഈ വീഡിയോ. മക്കളെ, വാല്യുവേഷൻ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാല്യുവേഷൻ ക്യാമ്പിൽ ആദ്യം നിങ്ങളെ സീനിയേഴ്സ് ആയുള്ള കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ് പേപ്പേഴ്സാണ് നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞു. അവരെന്നിട്ട് എന്ത് ചെയ്തു, +2 പേപ്പർ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വാല്യുവേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏപ്രിൽ 2nd വീക്കിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ്. നിങ്ങൾ ചിലരെങ്കിലും ചില വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ കെമിസ്ട്രി എക്സാമിൻ്റെ വാല്യുവേഷനെ കുറിച്ചുള്ള ചില പേടിപ്പിക്കുന്ന ചില ക്ലിപ്പുകളാണ്. സംഭവമൊന്നുമില്ല, ചില വോയിസ് നോട്ട്സ് ആണ്. ചില ടീച്ചേഴ്സ് വാല്യുവേഷൻ ക്യാമ്പ് പങ്കെടുത്തു എന്ന രീതിയിലാണ് വോയിസ്. അത് ഒഫീഷ്യലാണോ ഫേക്ക് ആണോ ഒന്നും നമുക്കറിയില്ല. അതിൽ പറയുന്ന കാര്യം, ഇത്തവണ എക്സാം ചീഫ് ഉണ്ടാവും ഈ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്കുള്ള. ആ ചീഫുകളുടെ ഇടയിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ആവശ്യം ഇല്ലാതെ ഒരു മാർക്ക് പോലും നിങ്ങൾ എക്സ്ട്രാ നൽകേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആ വോയിസ് ക്ലിപ്പിലുള്ളത്. അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം വോയിസുകളൊന്നും നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പേപ്പർ നിങ്ങൾ അത്യാവശ്യം ഭംഗിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിൽ നിന്ന് താഴെ പോകില്ല, ഒരു കാരണവശാലും പോകില്ല. ഇനി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് എപ്പം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ റിസൾട്ട് വെക്കേഷനിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കൃത്യമായ അപ്ഡേറ്റ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നിട്ടില്ല. എന്നാലും പറഞ്ഞിട്ടുള്ളത് മെയ് 3ാം വാരം 3rd വീക്ക് ആകുമ്പോൾ തരും എന്നാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി മെയ് 2nd ഓർ മെയ് 3rd വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അതായത് പല സ്കൂളുകളിലും +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക മെയ് ലാസ്റ്റ് വീക്കിലാണ്. അപ്പോഴേക്ക് നിങ്ങളെ +1 റിസൾട്ട് ഒഫീഷ്യലായിട്ട് തന്നെ വരും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. സാധാരണഗതിയിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ റിസൾട്ട് വരിക. ഇത്തവണ കുറച്ച് നേരത്തെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. യെസ്, ഇനി നിങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഫ്രീ ആയിരിക്കുന്നവരുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളിൽ നല്ലൊരു ശതമാനം പേർക്കും പല കുറ്റബോധങ്ങളും ഇപ്പോൾ ഉണ്ട്. കുറ്റബോധം ഇൻ ദ സെൻസ്, ഇപ്പോൾ നിങ്ങൾ പഠിച്ച +1 കോഴ്സിനെ കുറിച്ചുള്ള പല ഉള്ളിൽ നിന്നുണ്ടാവും ചില കുത്തി നോവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പുല്ല് നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നു, സയൻസ് എടുത്ത് പെട്ടുപോയി, ഇനി എന്ത് ചെയ്യണം +2 കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ചില തോന്നലുകൾ വരാനുള്ള സമയമാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, വെറുതെ ഫോൺ തോണ്ടിരിക്കുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വരിക. അപ്പോൾ അതിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ സീനിയേഴ്സ് ആയുള്ള ആരോടെങ്കിലും, നിങ്ങൾക്ക് ബന്ധമുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കാം. അവർക്ക് ഇതേപോലെ തന്നെ ആയിരുന്നു. +1 കഴിഞ്ഞ് കിട്ടിയ വെക്കേഷൻ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് സീരിയസ് ആയിട്ടുള്ള പഠനം തുടങ്ങിയപ്പോഴായിരിക്കും അവർ +2 ക്ലാസ്സുകൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓണം പരീക്ഷ സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തുന്ന എക്സാമാണ്. അന്നായിരിക്കും പലരും ആദ്യമായിട്ട് +2 എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ +2 സിലബസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിലെല്ലാവരും ഇപ്പോൾ അത്യാവശ്യം അവർ കൈ പൊള്ളി നിൽക്കുന്ന കുട്ടികളാണ്. ആരെങ്കിലും +2 ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ താഴെ കമൻറ്റും ചെയ്യണേ. അവർക്കറിയാം നേരത്തെ പഠിച്ചു തുടങ്ങാത്തതിൻ്റെ പ്രശ്നം അവർക്ക് നന്നായിട്ട് അറിയാം. സമയത്തിൻ്റെ വില, റൈറ്റ് ടൈമിൽ റൈറ്റ് വേയിൽ പഠിച്ചു തുടങ്ങാത്തതിൻ്റെ വില അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്, ഇത്തവണ +1 കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ടൈമുള്ള വെറുതെ ഇരിക്കുന്ന നിങ്ങളോട് പറയാണ്, മക്കളെ, നിങ്ങൾ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, +2 സിലബസ് പഠിച്ച് തുടങ്ങണം. മസ്റ്റാണ്. അപ്പോൾ ചോദിക്കും, സാർ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങിയിട്ടില്ല. മക്കളെ, സ്കൂളിൽ ക്ലാസ് തുടങ്ങാൻ ചിലപ്പോൾ ലേറ്റ് ആവും. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് എന്താണ്, വാല്യുവേഷൻ ക്യാമ്പിലാണ്. ചില സ്കൂളുകളെങ്കിലും ഞാൻ അറിഞ്ഞ പ്രകാരം ഓൺലൈനായിട്ടെങ്കിലും ചില സ്കൂളുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് പ്രൈവറ്റ് സ്കൂൾസൊക്കെ ആയിരിക്കും മേ ബി. അപ്പോൾ പല കുട്ടികളും ഓൾറെഡി +2 പഠിച്ചു തുടങ്ങി. നിങ്ങളുടെ അതേ പ്രായക്കാരായിട്ടുള്ള CBSE സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് ഫെബ്രുവരിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് +1 പബ്ലിക് എക്സാം ഇല്ലായിരുന്നു. ഫെബ്രുവരി അല്ലെ ജാനുവരിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, +2 സിലബസ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അവരും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്നത് ഒരേ എക്സാമാണ്. നീറ്റ്, JEE, കീമ് പോലുള്ള സെൻട്രലൈസ്ഡ് എക്സാം ആണെങ്കിലും, ഇനി അതല്ല നിങ്ങൾ ഏത് ഡിഗ്രി കോഴ്സ് ആണെങ്കിലും, ഇനി മറ്റേത് മേഖലയിൽ നിങ്ങളോട് പോയാലും, പാരാമെഡിക്കൽ ആണെങ്കിലും എന്നും പോയി കഴിഞ്ഞാലും നിങ്ങൾ അവരോടും കൂടിയാണ് കോമ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത്. അവരെന്ത് ചെയ്തു, അവർ നേരത്തെ പഠിച്ചു തുടങ്ങി. നിങ്ങളിപ്പോഴും പഠിക്കാതെ നിൽക്കല്ലേ. +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് കണ്ടിട്ടില്ല, അതിൻ്റെ സിലബസ് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അത് പോരാത്തതിന് അതിൻ്റെ കൂടെ ലാബിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. +2ൽ ലാബ് ഒരുപാട് വരുന്നുണ്ട്. ലാബിൻ്റെ റെക്കോർഡിൻ്റെ വർക്കുകളുണ്ട്. ചില സ്കൂളുകളിലും റെക്കോർഡുകൾ എഴുതാൻ
മേ ബി തന്നിട്ടുണ്ടാവും, ചില സ്കൂളിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അതും കൂടി നിങ്ങളോട് പറയാണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് റെക്കോർഡിൻ്റെ വർക്ക് ഇതിൻ്റെ കൂടെ നടത്താം. അപ്പോൾ അതേപോലെ വളരെ നേരത്തെ തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ എഡ്യൂപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കിഡിലൻ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ഏപ്രിൽ 9 രാത്രി 7 മണിക്ക് ഈ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനും മോട്ടിവേഷൻ ഉണ്ടാവും, ഇന്നുണ്ടാവും. വെക്കേഷനിൽ ചടച്ച് നിൽക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ഈ സെഷൻ കാണാം. അജാസാടെ കട്ട മോട്ടിവേഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരും. കൂടാതെ നമ്മളെ ബാച്ചിൻ്റെ ഷെഡ്യൂൾ, ഏതൊക്കെ ദിവസം ഏതൊക്കെ ക്ലാസ്സസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാച്ചസിലെ ഫീച്ചേഴ്സ് പറഞ്ഞു തരും. ഇനി ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. വളരെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇനി ഈ വെക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിരിക്കും കേട്ടോ. ഇനി മറ്റൊരു കാര്യം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട, ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓറിയൻറ്റേഷൻ. നാളെ തൊട്ട് എന്ത് ചെയ്യും, ആ ഒരു ബാച്ചിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. എത്രയും നേരത്തെ പഠിച്ചു കൊടുക്കുന്നു അത്രയും നിങ്ങൾക്ക് കിട്ടിയില്ലായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5499 ആണ്, ഇൻക്ലൂഡിങ് GST ആണ്. ഈ ഒരു ഫീസ് ഈ ഒരു ബാച്ച് കഴിഞ്ഞോടുകൂടി റിവൈസ്ഡ് ആയിട്ട് ഒറിജിനൽ ഫീലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിലുള്ള ആ ഒരു എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഫസ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ഈ ലൈവിൻ്റെ ലിങ്ക് എന്ത് ചെയ്യും, ഞാൻ താഴെ പിന്നും ചെയ്യും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊന്ന് പോയി ലൈക്ക് അടിച്ച് വെക്കണേ. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത് ബോർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീറ്റിന് വേണ്ടിയിട്ടും ജെയ്ക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് മോട്ടിവേഷനും സെപ്പറേറ്റ് ഓറിയൻറ്റേഷൻ വെക്കുന്നുണ്ട്. ആ ബാച്ച് നമ്മളതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൺ ഗോയിങ് ആണ്. അത് ആ രജിസ്ട്രേഷൻ ഫോമിൽ എന്തെങ്കിലും. അത് വരുന്ന ഏപ്രിൽ 10-നും 11-നാണ്. അതിൻ്റെ വേറെ വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ, മറക്കരുത്. ഇതിങ്ങനെ നേരത്തെ പഠിച്ചു തുടങ്ങി. നമ്മൾ എൻ്റെ പിറകെ കാണുന്നത് കേട്ടോ, ഈ പേജ് നിറച്ചും +2-ൻ്റെ കൂടെ കഴിഞ്ഞ വർഷം എഡ്യൂപോർട്ടിൻ്റെ കൂടെ കിഡിലെ റിസൾട്ട് വാങ്ങി വിടില്ല. മുഴുവൻ മാർക്ക് വാങ്ങിയ ലിസ്റ്റ് മാത്രം കണ്ടോ, കണ്ടോ, മുഴുവൻ മാർക്ക്, ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെല്ലാവരും ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ആദ്യം നേരത്തെ എഡ്യൂപോർട്ടിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയവരാണ്. ഇവരെല്ലാവരും നേരത്തെ പഠിച്ചു തുടങ്ങിയത് അവരെന്ത് ചെയ്യാണ്, അവർ തെളിയിച്ച് കാണിച്ചവരാണ്, റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. അപ്പോൾ റിസൾട്ടുള്ള എഡ്യൂപോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ബാച്ചിൽ പഠിക്കാം. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന് അണിനിരത്തുന്ന ബാച്ച് ആയിരിക്കും ഇത്. നീറ്റിന് ജെയിന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും, അതിൽ ഓരോരുത്തരെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, അതൊക്കെ നമ്മൾ ഇന്ന് ഓറിയൻറ്റേഷൻ സെഷനിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടെ കൂടിക്കോ, ഫസ്റ്റ് ബാച്ചിൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമുക്കൊന്ന് കാണാം.